ഹായ് ഫ്രണ്ട്സ്, ക്ലിൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ക്രാബോ ടവർ കാണാൻ വേണ്ടി വന്നാണ് കേട്ടോ. ഇതുണ്ട് ആ മേളിൽ കാണുന്നത്, അതാണ് ക്രാബോ ടവർ. നമ്മൾ അതിന്റെ താഴെ നിർത്തേണ്ടോ, ഇവിടെയൊക്കെ അത്യാവശ്യം മഞ്ഞൂന് കിടപ്പുണ്ട്, അത് നമ്മൾ നിർത്തിയതാണ് കേട്ടോ. അതുപോലെ ഉണ്ടോ ഇവിടെ ഉണ്ടോ ഇതൊക്കെ മഞ്ഞ് കണ്ടോ, വാരിക്കോരി വെച്ചേക്കുന്നത്. അതുപോലെ നമുക്ക് അവിടെ നോക്കി കഴിഞ്ഞുണ്ടോ അതുപോലെ ചെമ്മരിയാടികൾ നിൽപ്പുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പ്രാവുകൾ ഇഷ്ടംപോലെ നമുക്ക് അവിടെ കാണാം. അപ്പൊ നമുക്ക് മേലോട്ട് കയറി പോകണ്ടോ. അതിന്റെ ബാക്കിലായിട്ട് കാണുന്നുണ്ടോ, അതാണ് ക്രാബോ ടവർ. നമുക്ക് അങ്ങോട്ട് പോകാം. മഞ്ഞൊക്കെ കട്ടയായി തുടങ്ങി, കൂടി കിടക്കുന്നുണ്ട്. നമുക്ക് അവിടെ ചെമ്മരിയാടികളെ കാണാം. ഒരു ചെമ്മരിയാടിയും കൂട്ടും നിപ്പുണ്ട്. നമുക്ക് ഈ കാണുന്നതാണ് സ്ക്രാബോ ടവർ. അങ്ങോട്ട് പോകാം. അതാണ് സ്ക്രാബോ ടവർ. ഫുള്ള് മഞ്ഞുകട്ടകൾ. അത് റോഡിൽ നിന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം മഞ്ഞുകട്ടകളാണ്, ഫുള്ള് മഞ്ഞ്. നമ്മളങ്ങനെ 2-3 ദിവസത്തെ കാത്തിനു ശേഷമാണ് നമുക്ക് ഒരു മഞ്ഞ് കിട്ടിയത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ 2ാമത്തെ തവണയാണ് ഇത് മഞ്ഞ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇതിന് മുന്നേ ശരിക്കും മണാലിയിലാണ് ഞാൻ മഞ്ഞ് കാണാൻ വേണ്ടി പോയത്. ശരിക്കും എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു മഞ്ഞ് കാണാൻ വേണ്ടി പോകണം. അത് ആ ഒരു ആഗ്രഹം തുടങ്ങി ശരിക്കും നമ്മുടെ ആ ഒരു നായർ സാബ് എന്ന സിനിമ കാണുമ്പോഴാണ്. അതിനകത്തെ കാശ്മീരിലെ കുറച്ച് വിഷ്വൽസ് കാണുമ്പോഴാണ് എനിക്ക് ശരിക്കും മഞ്ഞ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ആഗ്രഹം തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ 2ാമത്തെ തവണയാണ് ഇത് മഞ്ഞ് കാണുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോഴും നമുക്ക് ആ മഞ്ഞ് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ഇപ്പോഴും പോയിട്ടില്ല. ഈ കാണുന്ന ഒരു ഗോൾഫ് ക്ലബ്ബാണ് കേട്ടോ. ശരിക്കും അതിന് കെട്ടുകയാണ് കാണുന്നത്. അതിൻ്റെ റെസ്ക്യൂ പോയിൻ്റാണ് ഇവിടെ. നമ്മളിവിടെ ചുമ്മാ വണ്ടി ഓടിച്ച് നോക്കില്ല, പക്ഷേ ചെറിയ കയറ്റമായതുകൊണ്ട് വണ്ടി കറങ്ങുന്നുണ്ട്, കയറുന്നുണ്ട്. നമ്മുടെ സ്ക്രാബോ ടവർ, അങ്ങോട്ട് പോകണം. നമ്മളങ്ങനെ സ്ക്രാബോ ടവറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴെ നമുക്ക് കടൽ കാണാം. ഈ കാണുന്നുണ്ടോ നമ്മളിങ്ങനെ കയറി വന്ന വഴി താഴെ കണ്ടോ. നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മൾ സ്ക്രാബോ ടവറിലെത്തും. അങ്ങനെ സ്ക്രാബോ ടവറിന്റെ അടുത്തിരിക്കുകയാണ് കേട്ടോ. അവിടെ നമ്മൾ താഴെ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത്. അങ്ങനെയൊക്കെ നമുക്ക് കണ്ടോ സിറ്റിയെ കാണാം. ഇതാണ് നമ്മുടെ സ്ക്രാബോ ടവർ. ഇത് ശരിക്കും പറഞ്ഞാൽ 1857 പണിതാണ്. അതായത് 4 വർഷം പഴക്കമുണ്ട്. 125 അടി പൊക്കമുണ്ട്. പിന്നെ എനിക്കൊന്ന് ഗൂഗിളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആദ്യമേ വില്യം മക്കേ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് താമസിച്ചിരുന്നത്. പുള്ളിയും വൈകിട്ട് പിള്ളേരും അത്രയും പേര് ഇവിടെ താമസിച്ചിരുന്നതാണ് ഗൂഗിൾ ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പുള്ളിയാരുടെ നിന്ന് മഞ്ഞുകൊണ്ട് എന്താ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. താഴെ കാണുന്ന ന്യൂട്ടോണോസ് ടൗൺ ആണ്. നമ്മൾ നല്ല മുകളിലായതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളിപ്പോൾ സ്ക്രാബോ ടവറിന്റെ ചോട്ടിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് താഴ് കാണുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ. ഇത് ശരിക്കും ടൗൺ ഹാർട്സ് എന്ന് പറയുന്നത്. ഈ സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കടല് കാണാം. ഇതാണ് നമ്മുടെ സ്ക്രാബോ ടവർ. അപ്പോൾ നമ്മൾ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലും നല്ലൊരു